പുഞ്ചിരിഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാമെന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ കുടിയൊഴിക്കലിൽ പറഞ്ഞത് ശരിക്കും ഇന്നത്തെ UDF സംവിധാനത്തോട് വലിയ രീതിയിൽ തന്നെ അതിന് സാമ്യം പുലർത്തുന്നുണ്ട്. UDFിൻ്റെ കല്ല് വെച്ച നുണകൾ, അതും പത്രമാധ്യമങ്ങളെ എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ കല്ല് വെച്ച നുണകൾ, നാൾക്ക് നാൾ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് സ്വയം ഞെളിഞ്ഞിരിക്കുന്ന VD സതീശൻ എന്ന അല്പരായ നേതാവ്, അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി. അദ്ദേഹം കാണിക്കുന്ന ഈ പറോട്ട് നാടകം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സീറ്റുകളിലും BJPയുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതിലൊന്നാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ്. അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള V മുരളീധരനാണ്. അവിടെ നിലവിലെ സിറ്റിംഗ് MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശാണ്. എന്നാൽ കോൺഗ്രസ് കൃത്യമായും BJPക്ക് വോട്ട് മറിച്ചാൽ അടൂർ പ്രകാശ് വലിയ രീതിയിൽ തോൽക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇടതുപക്ഷവും BJPയും തമ്മിലാണ് അവിടെ മുഖ്യ മത്സരം എന്ന രീതിയിലേക്കാണ് BJP അവിടെ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല, അടൂർ പ്രകാശ് തോറ്റാൽ പോലും കോന്നിയിൽ അദ്ദേഹത്തിന് അടുത്ത തവണ സീറ്റ് കൊടുക്കണമെന്നതും അവിടെയുള്ള BJP വലിയ രീതിയിൽ അടൂർ പ്രകാശിനെ സഹായിച്ചുകൊണ്ട് CPIMൻ്റെ ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ CPIM സ്ഥാനാർത്ഥിയെ മറികടക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള കളികൾ കളിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് VD സതീശൻ നേരത്തെ പറഞ്ഞത് വോട്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിരങ്ങില്ല എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ VD സതീശൻ ഇവിടെ ചെയ്യുന്നത് വോട്ട് കച്ചവടമാണ്. ആ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് BJPക്കെതിരെയുള്ള സമരത്തിൽ അല്ലെങ്കിൽ സമര പരിപാടിക്ക് കർണാടക സർക്കാർ പോലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പിണറായി സർക്കാരിൻ്റെ ജന്തർ മന്ദറിലെ സമരം, അതിന് വലിയ രീതിയിൽ പിന്തുണയുമായി കർണാടക കോൺഗ്രസ് എത്തിയപ്പോൾ പോലും ഇവിടെ VD സതീശൻ ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന്. യഥാർത്ഥത്തിൽ സതീശൻ കാണിച്ചത് കേരള ജനതയോട് കാണിച്ച ഏറ്റവും വലിയ പൊതുവഞ്ചനയാണ്. ഇതിന് സതീശൻ മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. വലിയ രീതിയിൽ ബാംഗ്ലൂരിലെ IT കമ്പനികൾക്ക് വലിയ ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ കേരയിൽ പദ്ധതി തകർത്തെറിയാൻ ശ്രമിച്ച വ്യക്തിയാണെന്നുള്ള ആരോപണം നിൽക്കവേ VD സതീശൻ്റെ സംശുദ്ധ രാഷ്ട്രീയം വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുമാത്രമല്ല, ബാംഗ്ലൂർ ലോബികൾക്ക് വേണ്ടി VD സതീശൻ സ്ഥിരമായി അവിടെ സന്ദർശിക്കാറുണ്ട് എന്ന് PV അൻവർ MLA പറഞ്ഞപ്പോൾ അതിനെ ഓർത്ത് താൻ ചിരിക്കണമോ കരയണമോ എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിലെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി താൽക്കാലികമായി ചില തട്ടുപൊളിപ്പൻ ഡയലോഗൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. 2006 ഇറങ്ങിയ ക്ലാസ്മേറ്റ് എന്ന സിനിമയിലെ കഞ്ഞിക്കുഴി സതീശൻ, അതായത് സതീശൻ കഞ്ഞിക്കുഴിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ പ്രകടനം. അതായത് കഞ്ഞിക്കുഴി സതീശൻ ചെയ്യുന്നത് എപ്പോഴും വലിയ തോതിൽ നായകനെ അള്ളുവെക്കാൻ എന്ത് രീതിയിലുള്ള നാറിയ കളികളും കളിക്കുമെന്നതാണ്. അതുതന്നെയാണ് ഇവിടെ VD സതീശനും. ഏത് രീതിയിലുള്ള തരംതാണ രാഷ്ട്രീയം കളിച്ചും ജയിക്കണം, അദ്ദേഹത്തിന് എന്നും ഞെളിഞ്ഞ് നടക്കണം. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ സതീശൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തിയുടെ സംശുദ്ധ രാഷ്ട്രീയം അല്ല എന്ന് മനസ്സിലാക്കി ഒരു കൈ അകലത്തിൽ എന്നും മാറ്റി നിർത്തിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.